ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മണി സപ്ലൈ എന്താണെന്നും അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മണി സപ്ലൈ. ആദ്യം നമുക്ക് മണി സപ്ലൈയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മണി സപ്ലൈ റെഫേഴ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് മണി ഹെൽഡ് ബൈ പബ്ലിക് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിൽ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു രാജ്യത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എത്ര സപ്ലൈ ഓഫ് മണിയാണ് ഉള്ളത് എന്ന് കാണിക്കുന്നതാണ് ഇത്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 ജനുവരി 1 എത്ര അളവ് പണമാണ് ആ എക്കോണമിയിൽ, ഇന്ത്യ എന്ന രാജ്യത്ത് എത്ര അളവിലുള്ള പണമാണ് സപ്ലൈ ചെയ്യപ്പെടുന്നതെന്ന് കാണിക്കുന്നതാണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എടുക്കുന്നൊരു മെഷറാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മണി സപ്ലൈയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് മണി സപ്ലൈ. ഒന്നാമത്തേന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. സ്റ്റോക്ക് എന്താണ്, ഫ്ലോ എന്താണെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ അത് മനസ്സിലാവുന്നതാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ഒന്നിനെയാണ് സ്റ്റോക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മണി സപ്ലൈ പോയിന്റ് ഓഫ് മെഷറിൽ അളക്കുന്നത് കൊണ്ട്, ഒരു പോയിന്റ് ഓഫ് ടൈം പീരീഡിൽ അളക്കുന്നുണ്ട്, അത് സ്റ്റോക്ക് കോൺസെപ്റ്റാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മണി ഹെൽഡ് ബൈ പബ്ലിക് ഓൺലി. അതായത് ജനങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടോ അത് മാത്രമാണ് മണി സപ്ലൈ കാണിക്കുന്നത്. ഓക്കെ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജനങ്ങളുടെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് ബാങ്കിലുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതായത് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റും ഉൾപ്പെടുന്നു. ഞാൻ വഴിയെ പറയാം. അപ്പം ദ ടേം പബ്ലിക് സിഗ്നിഫൈസ് ദ മണി യൂസിങ് സെക്ടർ. അതായത് ഈ പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മണി യൂസിങ് സെക്ടറാണ്. അതായത് പണം യൂസ് ചെയ്യുന്ന സെക്ടർ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഫേംസ്. ഇവരാണല്ലോ പണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള പക്കലുള്ള പണത്തെയാണ് മണി സപ്ലൈ, അതായത് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മണി ക്രിയേറ്റിംഗ് സെക്ടർ. അതായത് മണി ക്രിയേറ്റിംഗ് സെക്ടർ ഈ മണി സപ്ലൈയിൽ ഉൾപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ഗവൺമെൻറ് ആൻഡ് ബാങ്കിങ് സിസ്റ്റം. ഗവൺമെൻറ് ബാങ്കിങ് സിസ്റ്റം ഒക്കെ ആണല്ലോ മണി ക്രിയേറ്റേഴ്സ്. അതൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ബിക്കോസ് ക്യാഷ് ബാലൻസസ് ഹെൽഡ് ബൈ ദം ഡു നോട്ട് കം ഇൻ ടു ആക്ച്വൽ സർക്കുലേഷൻ ഇൻ ദ കൺട്രി. അതായത് ഈ മണി ക്രിയേറ്റിംഗ് സെക്ടർ അവർ മണി ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയാലേ അത് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് എടുക്കുന്നില്ല, മണി സപ്ലൈയിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കറൻസി വിത്ത് പബ്ലിക്കാണ്. ഒന്നാമത്തെ കമ്പോണൻറ്റ്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേപ്പർ നോട്ട്സ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്. എല്ലാ പേപ്പർ നോട്ടുകളും കോയിൻസുകളും, എല്ലാ നോട്ടിൻ്റെ എല്ലാ ഡിനോമിനേഷനും പിന്നെ കോയിൻസിൻ്റെ എല്ലാ ഡിനോമിനേഷനും ഉൾപ്പെടുന്ന ആ ഒരു സപ്ലൈക്കാണ് കറൻസി വിത്ത് പബ്ലിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് കോയിൻസ് ആൻഡ് പേപ്പർ നോട്ട്സ്. അതായത് ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി നോട്ട് അല്ലെങ്കിൽ കോയിനാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് കറൻസി വിത്ത് പബ്ലിക്. അത് ഫസ്റ്റ് കമ്പോണൻറ്റ്. അതിൻ്റെ പ്രത്യേകതകൾ കേട്ടോളൂ. ഇപ്പം കറൻസി മണി ഈസ് ഓൾസോ ടേംഡ് ആസ് ഫിയാറ്റ് മണി. അത് കറൻസി, അതായത് നമ്മുടെ ഈ ₹1, അതായത് നാണയങ്ങളും നോട്ടുകളും എല്ലാം കൂടെ ചേർത്തിട്ട് ഫിയാറ്റ് മണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. Fiat money is defined as the money which is under the fiat or order from the government to act as a money. അത് ഫിയാറ്റ് മണി എന്ന പേര് വന്നത്, ഫിയാറ്റ് എന്ന് വെച്ചാൽ ഒരു ഓർഡർ. അപ്പോൾ എന്താണത്? ഗവൺമെൻറ് ഓർഡറാണ്. ഇതാണ് ഞാൻ പണമായിട്ട് നിഷ്കർഷിക്കുന്നത് എന്ന് ഗവൺമെൻറ് പറയുന്ന ഒരു ഓർഡർ ആയതുകൊണ്ടാണ് അതിനെ ഫിയാറ്റ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് ലീഗൽ ടെൻഡർ മണി. ഓക്കെ, ഇതിന് ലീഗൽ ടെൻഡർ മണി, അത് ലീഗലി ഗവൺമെൻറ് പറയുന്നത് കൊണ്ട് ലീഗൽ ടെൻഡർ മണി എന്നും ഈ കറൻസി നോട്ടുകളെയും കോയിനുകളെയും വിളിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആസ് ഇറ്റ് ക്യാൻ ബി ലീഗലി യൂസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്സ് ഓർ അതർ ഒബ്ലിഗേഷൻസ്. അത് ലീഗലി, അതായത് നിയമപ്രകാരം ഇത് മേടിച്ച കടം റീപേ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നത് കൊണ്ടാണ് ഇതിനെ ലീഗൽ ടെൻഡർ മണി എന്ന പേരിലും അറിയപ്പെടുന്നത്. അതാണ് ഒന്നാമത്തെ കമ്പോണൻ്റായ കറൻസി വിത്ത് പബ്ലിക്. അടുത്ത രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്. അതായത് ഞാൻ മണി സപ്ലൈയുടെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് എന്തിൽ വരുന്നു എന്ന്? മണി സപ്ലൈയിൽ വരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പം ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആർ ദ ഡെപ്പോസിറ്റ്സ് വിച്ച് ക്യാൻ ബി ക്യാഷ്ഡ് ബൈ ഇഷ്യൂയിങ് ചെക്സ് അറ്റ് എനി ടൈം ബൈ ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. അക്കൗണ്ട് ഹോൾഡേഴ്സ് ഏത് സമയം ആവശ്യപ്പെട്ടാലും ബാങ്കിൽ കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ആ ഒരു അക്കൗണ്ടാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഇതിനെയും മണി സപ്ലൈയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഈക്വൽ ടു കറൻസി ഹെൽഡ്. അതെന്തുകൊണ്ടാണ്? അത് കറൻസി, നേരത്തെ പറഞ്ഞ ഫിയാറ്റ് കറൻസിക്ക് തുല്യമായ ഒരു മണി ആയതുകൊണ്ടാണ് അതിന് മണി സപ്ലൈയിൽ മണി സപ്ലൈയുടെ കമ്പോണൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാത്രമാണ് കേട്ടോ. പിന്നെ അടുത്തത് ഓൺലി നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. അതായത് നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ് ഇതിൽ
ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആർ എക്സ്ക്ലൂഡ്. അതായത് ബാങ്കുകൾ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതും ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷേ അത് ഇൻ്റർ ബാങ്ക് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് അത് എന്തിൽ വരത്തില്ല, ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ അണ്ടർ വരത്തില്ല, അത് മണി സപ്ലൈയിൽ കാൽക്കുലേറ്റ് ചെയ്യത്തുമില്ല. അടുത്തത് ടേം ഡെപ്പോസിറ്റ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റില്ല, അത് നിശ്ചിത കാലയളവിലേക്ക് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലുള്ള ടേം ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ ഉൾപ്പെടുന്നില്ല. അത് ഈസി ആയിട്ട്, അതായത് പെട്ടെന്ന് കസ്റ്റമറിൻ്റെ കയ്യിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നല്ല. അത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് അല്ലാത്തത് കൊണ്ട് മണി സപ്ലൈയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.